JRCM എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം, നല്ലൊരു ദിവസം. RCMന്റെ ഓരോ പുലരികളും RCMമാർക്ക് ഓരോ പ്രതീക്ഷകളും നേട്ടങ്ങളുമായിട്ട് വരുന്നതാണ് ഓരോ ദിവസവും. അപ്പോൾ എല്ലാവർക്കും RCMിലൂടെ നല്ലൊരു വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് RCMിൽ എന്ന പ്രസ്ഥാനത്തിന്റെ ഒരവസരം കിട്ടി. അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് നമുക്ക് ലീഡേഴ്സ് ഇതുപോലുള്ള ഓരോ പ്ലാറ്റ്ഫോമുകൾ, നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും നമ്മളെ പ്രാപ്തരാക്കാൻ. കാരണം RCM എന്ന ഇതിൽ വിജയിക്കണമെങ്കിൽ നമ്മൾക്ക് അറിവുകൾ കൂടിയേ പറ്റൂ. അറിവുകളും കഴിവുകളും, അറിവുകളെക്കാളേറെ തിരിച്ചറിവുകൾ കിട്ടുമ്പോഴാണ് RCM എന്ന പ്രസ്ഥാനത്തിൽ. കാരണം അറിവുകൾ നമ്മൾക്ക് പല രീതിയിൽ നമ്മൾക്ക് ഉണ്ടാവും. നമ്മൾ പല മേഖലകളിൽ നമ്മൾക്ക് അറിവുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഐഡിയ, നമ്മൾക്ക് ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് ചിലപ്പോൾ ബിസിനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആളുകൾ ഉണ്ടാവും. ബിസിനസ്സിലേക്ക് ആദ്യമായിട്ടൊരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ആ പല മേഖലകളിൽ ചെയ്തിട്ടുള്ള ഓരോ അറിവുകൾ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് ആ മേഖലകളിൽ എന്താണോ അവിടുത്തെ ഒരു സിസ്റ്റം, ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, നമുക്ക് അറിയുന്നുണ്ടാവുക. അതിന്റെ ആ സിസ്റ്റത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ വിജയിച്ചിട്ടുണ്ടാവാം. ആ ഇതിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതെടുത്തും കയറ്റി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടേക്കാം. കാരണം അത് ആ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് അവിടെ അതിന്റെ ലീഡേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള, അതിന്റെ മുതിർന്ന ആളുകൾ ആരാണോ, അതിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ ആരാണോ, അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. ആ സിസ്റ്റം ചിലപ്പോൾ നമ്മളെ RCM ബിസിനസ്സിലേക്ക് സൂട്ട് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അറിവുകൾ, തിരിച്ചറിവുകൾ, കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് തന്നെ പരിചയപ്പെടുത്താം. പേര് ഫിറോസ്, 3 വീടിയൊക്കെ അടുത്ത് പെരിഞ്ഞനത്താണ് വീട്. RCMന്റെ പ്ലാറ്റിനം എന്ന റോയൽറ്റി അച്ചീവ്മെന്റിൽ നിൽക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. 3 വീടിയിൽ തന്നെ ഒരു വണ്ടർ വേൾഡിലേക്ക് കൂടി നടത്തി വരുന്നുണ്ട്. വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ആയി. ഇനി ഒരാൾക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ആവാനായിട്ട് പറ്റില്ല. 100 എണ്ണം തികഞ്ഞ് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ. കാരണം ഒരുപാട് പേര് ഇനിയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്ക് കിട്ടേണ്ട അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ വാങ്ങിയെടുക്കാനായിട്ട്. സമയം ഏറ്റവും പ്രധാനമാണ്. RCM ബിസിനസ് എന്നല്ല, ഏതൊരു ഇതിലായാലും നമ്മൾക്ക് സമയം ഏറ്റവും പ്രധാനമാണ്. നമ്മൾക്ക് കിട്ടാനുള്ളത്, തിരിച്ച് മേടിക്കാൻ പറ്റാത്തത് നമ്മൾക്ക് സമയമാണ്. നമുക്ക് ഒരിക്കലും സമയത്തിനെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പൈസയെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ 1 ലക്ഷം രൂപ രണ്ടാമത് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു ദിവസവും ഈ ഒരു മിനിറ്റും നമ്മൾക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ലീഡേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം എന്ന് പറഞ്ഞ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. കാരണം ഒരാളോട് പറയുന്ന അതേ RCM തന്നെയാണ് 10 പേരോട് നമ്മൾ പറയുന്നത്. അപ്പൊ 10 പേരോട് പറയുമ്പോൾ അതിൽ നിന്നും ആ 10 പേരോട് നമ്മൾ 10 പ്രാവശ്യമായിട്ട് പറയുമ്പോൾ അതിൽ നിന്ന് ഒരാളായിരിക്കും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ 10 പേരോട് ഒരുമിച്ച് പറയുകയാണെങ്കിലോ അവരിൽ നിന്നും ഒരാളെങ്കിലും ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഒരു ദിവസത്തെ റിസൾട്ട് ആയിട്ട് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഹോം മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മളോട് എടുത്ത് നേരത്തെ തന്നെ നമ്മൾ അതിനു വേണ്ടി തയ്യാറായി നിൽക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ ഇന്നത്തെ ഒരു വിഷയം നമ്മൾക്ക് എന്താണ്, ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ്. നമ്മുടെ അപ്ലൈൻ എങ്ങനെ നമ്മൾക്ക് ഇത് ചെയ്യേണ്ടത്, ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ആരാണെന്നും മെന്റർ ആരാണെന്നും ഉള്ളതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് നമ്മൾക്ക് എന്ത് വരും, കുതിച്ചു പായും. കാരണം ഒരുപാട് സമയങ്ങള് തെറ്റായിട്ടുള്ള കാര്യങ്ങള് ചെയ്ത് പിന്നീട് തിരിച്ച് വന്ന് ഒരുപക്ഷെ ആ തെറ്റ് നമ്മൾക്ക് തിരുത്താൻ പറ്റാത്തതാവാം. ഒരുപക്ഷെ ചെയ്ത ശേഷം അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിലൂടെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം നഷ്ടം വന്നേക്കാം. ചിലപ്പോൾ നമ്മൾക്കത് ഇഷ്ടമല്ലാതെ നമ്മൾക്ക് എന്ത് വരും, നമ്മളെ ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് വരും. കാരണം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്താൻ പല ആളുകൾക്കും അത് മാനസികമായിട്ട് ചിലപ്പോൾ തയ്യാറാവില്ല. ചില ആളുകൾ, തയ്യാറായിട്ടുള്ള ആളുകൾ അവിടെ വിജയിക്കും. പക്ഷെ എന്ത് തെറ്റാണെന്നുള്ളത് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ചോദിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്ത് ചെയ്യും, നമ്മൾക്കത്
തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഓരോ വിഷയങ്ങളും. കാരണം ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു അതിനൊരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഐഡിയയിൽ ചെയ്യുന്നതല്ല ഇത് വരുന്നത്. അപ്പോ ആ ബിസിനസ്സിൽ ആരാണ് അപ്ലൈൻ? നമ്മൾക്ക് അപ്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളെ തൊട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആള് തൊട്ട് നമ്മളെ തൊട്ട് മേലെ തൊട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മുതൽ നമ്മുടെ അപ്ലൈൻ ആയിട്ട് വരും. നമ്മൾ ചിലപ്പോ നമ്മളെ തൊട്ട് അന്ന് തന്നെ ജോയിൻ ചെയ്ത വ്യക്തി ആയിരിക്കാം നമ്മളെ ഒരു ജോയിനിങ്ങിന് തൊട്ട് മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ള. ചിലപ്പോൾ അതേ വ്യക്തി ചിലപ്പോൾ ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ചില ഫ്രണ്ട്സുകൾ തമ്മിലൊക്കെ ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ ചേട്ടത്തി അനിയത്തിയും തമ്മിലൊക്കെ ജോയിൻ ചെയ്യും. ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് പേര് അവർ ചേട്ടത്തി അനിയത്തി ഒരു ക്ലാസ് കേട്ടു, അവർക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അപ്ലൈനും ഒരാൾ ഡൗൺലൈനുമായി വന്നേക്കാം. ആ സന്ദർഭത്തിലും അവർ അപ്ലൈൻ തന്നെയാണ്. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ അപ്ലൈൻ ആണെന്ന് കരുതി അവര് വരുന്ന കാര്യങ്ങൾ നമ്മൾക്കുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ അപ്ലൈനിൽ നിന്ന് കിട്ടും. ശരിക്കും ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ എന്ന് പറയുമ്പോൾ ഈ ബിസിനസ്സിന്റെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ. അയാള് ആക്റ്റീവ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഗ്രോയിങ് ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം. അപ്പോ ആ വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ അപ്ലൈന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കേണ്ടത്, മറ്റാളുടെ വാക്കുകൾ കേൾക്കേണ്ടെന്നല്ല. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ രീതിയിൽ സപ്പോർട്ട്, കാരണം ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് നമുക്ക് എന്തായിരിക്കും, ഇതായിരിക്കും. കാരണം നമ്മൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന നമ്മളെ ക്രോസ് ലൈനിനേക്കാളും കൂടുതൽ നമ്മൾക്ക് സപ്പോർട്ട്, ക്രോസ് ലൈനിന്റെ സപ്പോർട്ട് അല്ല നമ്മൾക്ക് വേണ്ടത്, നമുക്ക് നമ്മുടെ അപ്ലൈന്റെ സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രീതിയിൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാനും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കാനും ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കാനും ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്ലൈന്റെ ഹെൽപ്പ് നമ്മൾക്ക് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. അപ്പോ അവിടെ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കേൾക്കേണ്ട ഒരു വ്യക്തി, നമ്മൾ ആരോടാണ് സംശയം നമ്മൾ അപ്ലൈനോട് ചോദിക്കുക, അപ്ലൈനോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ ആ തൊട്ടടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആണെന്നില്ല. കാരണം നമ്മൾക്ക് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു അപ്ലൈൻ ആയിട്ട് നമ്മൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എന്ത് വേണം, ആ വ്യക്തിക്ക് ആക്റ്റീവ് ആയിരിക്കണം, ആ വ്യക്തി ബിസിനസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം. അത് മുമ്പ് ആക്റ്റീവ് ആയിരുന്നോ എന്നുള്ളതല്ല, ഇന്ന് നമ്മൾക്ക് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അദ്ദേഹം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നത്, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി. അല്ലാതെ നമ്മൾക്ക് ഈ ബിസിനസ്സിലുണ്ട്, സീനിയർ ആയിരുന്നു, പക്ഷെ അദ്ദേഹം ആക്റ്റീവ് അല്ല. എഫക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ഈ ബിസിനസ്സിൽ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മളോടായിട്ടുള്ള കാര്യങ്ങൾ, എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ ബിസിനസ്സിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഗ്രോയിങ് ആയിരിക്കണം. കാരണം ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളർച്ച ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും അദ്ദേഹത്തിനും വളർച്ച ഉണ്ടായിരിക്കണം. ആ വ്യക്തി എന്താണ്, ഇപ്പൊ നമ്മൾ വന്നിട്ട് നമ്മൾ ഓപ്പണർ ഇതിലായിട്ട് നിൽക്കുന്നു, ഒരു ഈഗിളായിട്ട് നിൽക്കുന്നു, ആ വ്യക്തി ഒരു സ്റ്റാർട്ടർ ആയിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഇതെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഗ്രോയിങ് ആണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്നും ഓപ്പണർ തന്നെ. നമ്മളത് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്താന്നു, അദ്ദേഹത്തിന് വളർച്ചയില്ലാത്ത, ഗ്രോത്ത് ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾക്ക് അപ്ലൈൻ ആയിട്ട് നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ വാക്കുകൾ കേൾക്കേണ്ടതും നമ്മൾ ലീഡറായിട്ട് നിൽക്കുമ്പോഴും നമ്മളിലും ഗ്രോത്ത് ഉണ്ടായിരിക്കണം. സജീവ് സാറ് പറയാറുണ്ട്, നമ്മളെ പൊസിഷൻ പവർ, നമ്മളൊരു പവറിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് സജീവ് സാറിന്റെ വ്യക്തമായിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതിൽ പറയുന്നുണ്ട് നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് പൊസിഷൻ പവർ ഏറ്റവും പ്രധാനമാണ്. ഒരു വ്യക്തിയെ നമ്മൾക്ക് ഇത് ചെയ്യുമ്പോൾ, ഇപ്പൊ എനിക്ക് എന്റെ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് നിൽക്കുന്ന അപ്പൊ നന്ദകുമാർ സാറുണ്ട്, നന്ദകുമാർ സാറ് റോയൽറ്റിയുടെ ഗോൾഡ് അച്ചീവർ ആണ്. നന്ദകുമാർ സാർ ഇനി ടെക്നിക്കലിലേക്ക് പോയി കഴിഞ്ഞിട്ട് നന്ദകുമാർ സാറിനോട് ഞാൻ പോയിട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ, നന്ദകുമാർ സാറിനെ ഞാൻ ടെക്നിക്കലിന്റെ സ്റ്റാഫുകളാക്കി തരാം, ഞാൻ അപ്ലൈൻ ആണെന്ന് പറഞ്ഞാൽ, ഞാൻ നിൽക്കുന്നത് ഏത് പൊസിഷനിലാണ്, ഞാൻ നിൽക്കുന്നത് പ്ലാറ്റിനം എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. നന്ദകുമാർ സാർ നിൽക്കുന്നത് ഒരുപക്ഷെ സ്റ്റാർ പ്ലാറ്റിനമോ ടെക്നിക്കലിലോ പേളിലോ ആയിരിക്കാം. അപ്പൊ അവിടെ അപ്ലൈ, ഇന്ന് ഞാൻ നന്ദകുമാർ സാറിന്റെ ഇതുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നന്ദകുമാർ സാറിന് ഒരു പരിധി വിട്ട് നന്ദകുമാർ സാർ അതിനേക്കാളും നല്ല രീതിയിൽ ആക്ഷനും അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഗ്രോത്തിലൂടെ തന്നെ നന്ദകുമാർ സാറിനെ കവർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അവിടെ ഞാൻ എന്റെ ഗ്രോത്ത് കാണിച്ചില്ലെങ്കിൽ അവിടെ എന്താണ്, അവിടെ നിന്ന് ആ ഗ്രോത്തിനോടൊപ്പം തന്നെ വന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വന്നു. അപ്പൊ നന്ദകുമാർ സാറിനെ ഒരു ഇതിലുള്ള ഒരു വ്യക്തിയെ എനിക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോ പ്ലാറ്റിനം വരെ എത്തിക്കാനേ ഒരു വ്യക്തിയെ കഴിയുള്ളൂ. അതാണ് എന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്.
അപ്പോ പ്ലാറ്റിനത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ആളെ സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് ഒരിക്കലും എന്താണ് അതിനുള്ള നോളജ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ടെക്നിക്കലിലേക്ക് വരാനുള്ള നോളജ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയാണ് നന്ദകുമാർ സാറിന്റെ അടുത്ത്, നന്ദകുമാർ സാറേ, ഞാൻ സാറിനെ പേളായിട്ടുള്ള ഒരാളോട് പറയാണ്, ഞാൻ അപ്ലൈനാണ്, സാറിന് ഞാൻ എല്ലാ ഇതിലുള്ള ഇതുകളും കാര്യങ്ങളും ഞാൻ സ്റ്റാർ പേളാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം, അത് സ്യൂട്ടാണോ? കാരണം അത് സ്യൂട്ടല്ല. കാരണം എനിക്ക് സ്റ്റാർ പേളാവാൻ പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് സ്റ്റാർ പേളാക്കുന്നത്? എനിക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ കാര്യങ്ങൾ ചെയ്യായിരിക്കും, പക്ഷെ അതിനേക്കാളേറെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് അപ്ലൈന് ഗ്രോത്ത് ഉണ്ടോ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടോ? അദ്ദേഹം ബിഗിനർ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. അതിൽ വന്നിട്ടുള്ള ആള് സ്റ്റാർട്ടറും ഓപ്പണറുമായി നിൽക്കുന്ന താഴത്ത് വന്നിട്ടുള്ള ആളോട് പറയുകയാണ്, നീ അപ്ലൈനാണ്, ഞാൻ നിന്റെ അപ്ലൈനാണ്, ഞാൻ നിന്നെ ഈഗിളിലേക്ക് എത്തിച്ചേരാം. ആള് നിൽക്കുന്നത് എവിടെയാണ്? ബിഗിനർ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ സീനിയർ എന്താണ് ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ ആ സീനിയർ അല്ല. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? അത് ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ, ആ അപ്ലൈനെ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, കെയറിങ് ഉണ്ടായിരിക്കണം. നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് കെയറിങ് തരുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്, നമ്മൾ ഈ ബിസിനസ്സിൽ എ സൈഡും ബി സൈഡും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരേ കെയറിങ് തന്നെ കൊടുക്കണം. കാരണം ചില ആളുകൾ തന്നെ ബി സൈഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോ ഒരുപക്ഷെ എന്ത് ചെയ്യും, നമുക്ക് ബി സൈഡിലേക്ക് ഗ്രോത്ത് ഉള്ള ഒരു മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയെ കെയറിങ് ആയിട്ട് അപ്ലൈൻ ആയിട്ട് കാണാൻ പറ്റില്ല. അവിടെ ബി സൈഡിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഫോക്കസ് ഉണ്ടാവുന്നത്. അദ്ദേഹം നമ്മൾ അപ്ലൈൻ ആയിരിക്കാം, പക്ഷെ അവിടെ കെയറിങ് നമ്മുടെ ബിസിനസ്സിലേക്ക്, നമ്മുടെ എ സൈഡിലേക്ക്, നമ്മുടെ ബിസിനസ്സായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, അവിടെ അദ്ദേഹത്തിന്റെ കെയറിങ് അപ്ലൈൻ അദ്ദേഹത്തിന് കൂടിയിട്ട് നോക്കണം. അപ്പൊ നമ്മളും നോക്കേണ്ട എന്താണ്, നമ്മൾക്ക് ഈ ബിസിനസ്സിൽ നമ്മൾ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ ആണോ, ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ടോ, എങ്കിലേ നമ്മളും ഒരു ആക്റ്റീവ് ഒരു നല്ലൊരു അപ്ലൈൻ ആണെന്നുള്ള രീതിയിൽ വരുള്ളൂ. ടീമിൽ നിന്നുള്ള ഒരു ശ്രദ്ധ കാര്യങ്ങൾ, നമ്മൾക്കുള്ള ഈ ടീമിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും, അതുപോലെ തന്നെ ടീമിന്റെ ഒരു എന്താ പറയാ, നമ്മൾക്ക് അവരെ കയ്യിൽ നിന്നും ഒരു ആദരവും കാര്യങ്ങളും സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളും ഒരു ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് ആയിരിക്കണം. നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം നമ്മുടെ ബിസിനസ്സിൽ. നമ്മളെ താഴത്തുള്ള, അത് ബി സൈഡ് മാത്രമല്ല എ സൈഡിലും ബി സൈഡിലും ഒരുപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ആ ബിസിനസ്സിൽ രണ്ടിലും എഫക്റ്റ് ഉണ്ടായിരിക്കണം, ഗ്രോയിങ് ആയിരിക്കണം. നമ്മളെ ബിസിനസ്സിൽ നമ്മൾക്ക് ഗ്രോത്ത് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അപ്പോ ആ വ്യക്തികളോടാണ് നമ്മൾ ചോദിച്ചത്. നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മളെ വരുന്നത് ആരാണ്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അപ്ലൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. കാരണം അപ്ലൈനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരിക്കലും ഒരു ക്രോസ് ലൈനിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ക്രോസ് ലൈനിന്റെ ബിസിനസ് അല്ല, ക്രോസ് ലൈനിന്റെ ബിസിനസ് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വല്ല കാര്യം ഉണ്ടാ. അതുപോലെ തന്നെ എന്റെ ക്രോസ് ലൈനിലുള്ള ബിസിനസ്, അവിടെ ഒരു ലവ് ലൈനാണ്. നല്ല രീതിയിൽ നമ്മൾക്ക് ബിസിനസ്സുമായിട്ട് അല്ലാത്ത, നമ്മളെ ബിസിനസിന്റെ ഗ്രോത്തോ കാര്യങ്ങളോ അല്ലാത്ത കാര്യങ്ങൾ, നമ്മൾക്ക് ബിസിനസ് പരമായിട്ടല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇതിന്റെ ഇപ്പൊ എന്തെങ്കിലും പി വിയുടെ ഡൗട്ടൊക്കെ വന്നു, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, എന്താണ് പി വിയുടെ കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് കയറി ഇടപെടലല്ല. അപ്പോ അവിടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്നില്ല, അപ്പൊ പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കാം. നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സെയിൽസിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് പി വി എങ്ങനെയാണ്, കമ്മീഷൻ എന്ന് പറയുന്ന ട്രെയിനിങ് കാര്യങ്ങൾ, ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ ഒരാളെ പോയി കാണുന്നുണ്ടെങ്കിൽ. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഫസ്റ്റ് പാർട്ടി ആയിട്ട് നമ്മൾക്ക് കൂടുതൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മളുടെ ആക്ഷൻ നമ്മൾക്ക് അവിടെ എഫക്ട് ചെയ്യില്ല. അപ്പോ നമ്മൾ തുടക്കക്കാരാവുന്നുള്ള രീതിയിൽ നമ്മൾക്ക് വരുമ്പോ നമ്മളെ നോളേജ് വളരെ പരിമിതികളുണ്ട്, നമ്മളെ നോളേജിന്. അപ്പോ അവിടെ നമ്മൾ ഒരാളോട് ചെന്ന് പറയുമ്പോൾ അത് എപ്പോഴായാലും അവിടെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുക എന്താണ്, ഇത് അദ്ദേഹത്തിന് ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഇതിൽ ജോയിൻ ചെയ്യാൻ പറയുന്നതും, അതുപോലെ തന്നെ എന്തെങ്കിലും ഹോം ഷോപ്പ് ചെയ്യണമെന്നോ സെയിൽ ചെയ്യാൻ പറയുന്നതോ എല്ലാം പറയുന്നത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹമാണല്ലോ ചേർത്തിട്ടുള്ളത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ആ വാക്കുകളിൽ അദ്ദേഹം അതായിരിക്കും കാണാം. പക്ഷെ അവിടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള നമ്മളെ അപ്ലൈനെ നമ്മൾ അവിടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഒരു അഡ്വൈസിങ് ആണ്, അഡ്വൈസർ ആയിട്ടാണ് അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുക. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടായിരിക്കില്ല, ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതിനെ പറ്റിയിട്ടായിരിക്കും അപ്ലൈൻ നമ്മൾക്ക്. അപ്പൊ ഇതിനും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും ആ വ്യക്തിക്ക്, കുറച്ച് പേരുടെ കൂടെ ഇത് പോയിട്ട്.
അപ്പൊ അവരുടെ വാക്കുകളായിരിക്കും ആ ബിസിനസ്സിൽ അവര് എന്ത് ചെയ്യുക, അതിന് അത്രയും കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകളായിരിക്കും അവിടെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നതും അദ്ദേഹം എന്തെങ്കിലും ചെയ്യാനൊരു തീരുമാനം എടുക്കുന്നതും. എന്താണ്, ഒരു തേർഡ് പാർട്ടി, ഒരു ബിസിനസിന്റെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് അപ്ലൈന്റെ ഇത് വന്നിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ടിങ്ങായിട്ട് നമ്മൾ അപ്ലൈനായിട്ട് നമ്മൾ ആ ലിസ്റ്റിലേക്ക് കയറി പോകാൻ പറയുന്നത്. അപ്പോ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കൂടുതൽ ഉപദേശങ്ങൾ, കാര്യങ്ങൾ, ബിസിനസിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അത് ഉൾക്കൊള്ളാനും അത് കേൾക്കുന്ന മെന്റാലിറ്റിയും രണ്ടും രണ്ടായിരിക്കും. മറ്റേ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹോം ഷോപ്പ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറയുന്നു, ഡയമണ്ട് ക്ലബ് ചെയ്യാൻ പറയുന്നു, 5000 PV ചെയ്യാൻ പറയുന്നു. കാരണം അപ്ലൈന്റെ കാര്യങ്ങളൊന്നും അതിന് നമ്മൾക്ക് ഒരിക്കലും അപ്ലൈന്റെ ബിസിനസ്സോ കാര്യങ്ങളോ നമ്മൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോ അവിടെ ആ ബിസിനസ്സിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസ് ആയിരിക്കും അദ്ദേഹത്തിന് വരുന്നത്. അപ്പൊ എപ്പോഴും ആ വാക്കുകളായിരിക്കും. അപ്പൊ അപ്ലൈനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാര്യങ്ങൾ വരുമ്പോ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, അപ്ലൈനായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ഐഡിയയിൽ എന്തെങ്കിലും തോന്നിയേക്കാം, പക്ഷെ അവിടെ എന്ത് ചെയ്യണം, നമ്മൾക്ക് അപ്ലൈനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിനുള്ള ഗുണങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ്, അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഈ കാര്യങ്ങൾ ചിലപ്പോൾ അപ്ലൈൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അപ്ലൈൻ്റെ ചെയ്തപ്പോ അതിന്റെ അപ്ലൈൻ അദ്ദേഹത്തിന് തിരുത്തിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരു പക്ഷെ അതിന് വലിയ റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യും, ഒരു തിരുത്തൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ചിലപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ അതിനെ ഇന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും. അപ്പോ അതിൽ തന്നെ ചില കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്, നല്ല രീതിയിൽ ആ ബിസിനസ്സിനെ ശരിക്കും എഫക്റ്റീവ് ആവുന്ന രീതിയിൽ, നമ്മളെ ബിസിനസ്സിനേക്ക് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ അതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ, കാരണം നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ വള്ളിപുള്ളി തെറ്റാതെ ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് പറയുന്നില്ല. കാരണം സിസ്റ്റം പറയുന്നുണ്ട്, സിസ്റ്റത്തിന്റെ വിശദീകരണം പറയുന്നത് എവിടെയാണ്, നമ്മൾ ബേസിക്സും 8 കോർ സ്റ്റെപ്പും 7 കാർഡിനൽ റൂൾസും അതാണ് സിസ്റ്റം പറയുന്നത്. അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ കൊടുക്കുന്നത് എവിടെയാണ്, ട്രെയിനിങ് പ്രോഗ്രാമുകളിലാണ്. അപ്പൊ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ചിലപ്പോൾ നമ്മൾ അതിനെ വിശദീകരിച്ച് കാര്യങ്ങൾ, അത് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ അതിന്റെ വിശദീകരണങ്ങൾ, വരായികകൾ പറയുന്നത് എവിടെയാണ്, ഇതിന്റെ വരായികകൾ പറയുന്നത് നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ ട്രെയിനിങ്ങുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എത്തിപ്പെട്ടിട്ടുള്ള ആളായിരിക്കും നമ്മളെ മുമ്പ് അത് ആ വിഷയത്തിനെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയായിരിക്കും നമ്മുടെ അപ്ലൈൻ എന്ന വ്യക്തി. ആ വ്യക്തിയുടെ അഡ്വൈസോട് കൂടിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മളിൽ വരാവുന്ന പാളിച്ചകൾ വരെ വന്നേനാ നമ്മൾക്ക് വരും. അപ്പോ അവിടെയും ചില ആളുകൾക്കൊരു വരുന്നൊരു ഡൗട്ടാണ്, നമ്മളെ അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായെന്നുള്ളത്. അപ്പോ ഒരു കാര്യം നമ്മൾക്ക് ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് അപ്ലൈന് നമ്മൾക്ക് അതിന്റെ മേലേക്കുള്ള ആളുകളെ എടുത്ത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് തെറ്റാണെന്ന് തോന്നിയേക്കാം, എങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ ലീഡേഴ്സ് പറയാറുണ്ട്. അവിടെ TCG പറഞ്ഞിട്ടുണ്ട്, ഇത് അപ്ലൈൻ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, തെറ്റാണെന്ന് തോന്നിക്കൽ. അവിടെ നമ്മൾ ആ വിഷയത്തിനെ അവിടെ വെച്ച് ഇങ്ങേറ്റ് ഒഴിവാക്കലല്ല വേണ്ടത്. നമ്മളൊരു കാര്യം പറഞ്ഞു, നമുക്കത് തെറ്റാണെന്ന് തോന്നി. ഇപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറഞ്ഞു, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറയുമ്പോൾ അത് തെറ്റാണെന്ന്, ചിലപ്പോൾ എന്തിനാണ് ഡയമണ്ട് ക്ലബ്ബ് 1-ാം തീയതി 10-ാം തീയതിക്ക് ഉള്ളിൽ ചെയ്യണം, അപ്പൊ TCG പറഞ്ഞിട്ടുണ്ടല്ലോ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആ വിഷയത്തിനെ ഒഴിവാക്കാൻ, കാരണം അതിന്റെ വിശദീകരണം നമുക്ക് അതിന്റെ പോയിന്റാണ്. TCG അതിനെ തന്നെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിനെ പറ്റി നമ്മൾക്ക് ചിലപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ അതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ആ വിഷയത്തിനെ പറഞ്ഞത്, അതൊരു പോയിന്റാണ്, അതിനെ പോയിന്റ് ചെയ്തിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. അപ്പോ ആ വിശദീകരണത്തിലൂടെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ ഞാൻ ഉദാഹരണം പറയാറുണ്ട്, നമ്മളെ യുദ്ധത്തില് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പറയാറുണ്ട്, നമ്മള് ഇതാണ് ലക്ഷ്യമാണ് പ്രധാനം, ഇതല്ല എന്ന് പറയാറുണ്ട്. അപ്പോ അതൊരു വിഷയത്തിന്, ഒരു നുണ പറയേണ്ട കാര്യത്തിനെ പറ്റിയിട്ട്, അതൊരു സാന്ദർഭികമായിട്ടുള്ള ഒരു വിഷയത്തിനെ പറ്റിയിട്ടുണ്ട്, അതിന്റെ വിശദീകരണം അതിന്റെ ബാക്കിലും ഇന്ന വിഷയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾക്ക് പോയിട്ട് നുണ പറയാനും തോന്നിയാസം ചെയ്യാനും അല്ല അവിടെ പറയുന്നത്, ആ ഉപദേശം കൊടുത്തിട്ടുള്ളത്.
അപ്പോ ആ വിഷയത്തിനെ ആസ്പദമാക്കി ആ സന്ദർഭത്തിനനുസരിച്ച് പറയുന്നുണ്ട് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ. അവിടെ അതൊരു ധർമ്മയുദ്ധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോ ആ ഒരു വിഷയത്തിനെ ആസ്പദമാക്കി പറയുമ്പോ അത് എല്ലാ വിഷയത്തിലും നമ്മൾക്ക് എന്ത് തോന്നിയാസം ചെയ്യാനും നുണ പറയാനും കാര്യങ്ങൾക്കും അല്ല അവിടെ പറയുന്നത്. അതിനടുത്ത് ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യലല്ല. അപ്പൊ ഓരോ വിഷയത്തിനും അതിനായി സാന്ദർഭികമായിട്ടുള്ള ഒരു വിഷയങ്ങളുണ്ട്. അതിന്റെ പിന്നില് എന്താണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പോ എന്ന പോലെ തന്നെ നമ്മൾ TCG പറയുന്നതും അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് അതിന്റെ നേരെയുള്ള അദ്ദേഹത്തിന്റെ സീനിയർ ആയിട്ടുള്ള നമ്മള് ടീമിലോടല്ല പറയേണ്ടത്, നമ്മളോട് ഇത് പറയേണ്ടത് അല്ലെങ്കിൽ ക്രോസ് ലൈനോടല്ല പോയി ചോദിക്കേണ്ടത്, നമ്മൾ അതിന്റെ അപ്ലൈൻ ആയിട്ടുള്ള വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ വരായികൾ നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത് ഇങ്ങനെ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ എന്തിനാണ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് ആ വ്യക്തിയോട് ചിലപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. പിന്നെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളെ മൈൻഡിലേക്ക് ഒരു പോസിറ്റീവായിട്ട് ആവില്ല വരുന്നത്. നമുക്ക് അപ്പൊ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ 1-ാം തീയതിക്ക് ഡയമണ്ട് ക്ലബ്ബ് 5000 PV ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയമണ്ട് ക്ലബ്ബ് ആയിട്ട് ചെയ്യുന്നില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും പറഞ്ഞത്. നമ്മൾ 5000 ചെയ്യാൻ പറയും, 5000 ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നീട് വന്ന് പറയാണ് നമ്മളോട് 1-ാം തീയതിക്ക് 10-ാം തീയതി. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇത് എന്തിനാണ് 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ ഞാൻ 5000 ചെയ്യുന്നില്ലേ. പക്ഷെ അതിന്റെ വരായികൾ അതിന്റെ കിട്ടുന്ന ബെനിഫിറ്റുകൾ പല ആളുകളും ഇതിൽ പറയുന്ന നമ്മൾ ടൂർ പോകാൻ വേണ്ടി മാത്രമല്ല, കമ്പനി വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിന് മെന്റലി നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് പ്രിപ്പയർ ചെയ്യാനും നമ്മളെ മെന്റലി നമ്മളെ ആ ബിസിനസ്സിലോട്ട് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും തെറ്റില്ലാതെ പോകാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള അതില് ഇന്നലെ ഡയമണ്ട് ക്ലബിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നു. ഞാൻ വിഷയത്തിലേക്ക് വരുന്നില്ല. അപ്പോ ആ വിഷയത്തിന് എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ബിസിനസ്സിൽ എത്രത്തോളം അത് യൂസ് ആവും എന്നുള്ളത് കാണിച്ചു തരാൻ എന്ത് ചെയ്യും, അതിന്റെ നേരെയുള്ള അപ്ലൈൻ ആയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾക്ക് അവിടെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ അവിടെ മുറിച്ചു പോകില്ല. അപ്പൊ നമ്മൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കട്ടായിട്ട് പോവുകയും ചെയ്യും. ഇനി വരുന്നതാണ് അപ്ലൈനും ഉണ്ട്. നമ്മൾക്ക് എന്ത് വരുന്നുണ്ട്, നമ്മളെ മെന്ററുണ്ട്. മെന്ററെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, മെന്റർ എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, കാരണം നമ്മൾക്ക് ഒരിക്കലും ഈഗോ തോന്നേണ്ട കാര്യമില്ല. കാരണം ഇന്ന് പ്രധാനപ്പെട്ട ലോകത്തിലുള്ള എല്ലാ പ്രമുഖ വ്യക്തികൾക്കും എന്തുണ്ട്, മെന്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. പ്രധാനമന്ത്രിക്കുണ്ട്, നമ്മളെ മുഖ്യമന്ത്രിക്കുണ്ട്, ഇത് പോയിട്ടുള്ള നമ്മളെ ഗാന്ധിജിക്കുണ്ട്. അതുപോലെ തന്നെ ഉള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ നമ്മൾ ഇന്ന് ആരാധിച്ച് നമ്മൾക്ക് അത് തോന്നുന്ന, നമുക്ക് ഇൻസ്പയർഡ് തോന്നുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് മെന്റർ ഉണ്ട്. കാരണം അതില് ആ വിഷയത്തിന് അവരെക്കാളും മുമ്പ് കടന്നുപോയി നല്ല എക്സ്പീരിയൻസ് ഉള്ള നമ്മൾക്ക് തോന്നുന്ന മെന്റർ. അവിടെ മെന്റർ സെലക്ട് ചെയ്യുമ്പോൾ അപ്ലൈൻ ഒരിക്കലും മെന്റർ അല്ല. കാരണം അപ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വഴികാട്ടിയായിട്ട് നമ്മൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു വ്യക്തിയാണ് അപ്ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ മെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഈ പറഞ്ഞ രീതിയിൽ ഒരു മെന്ററെ നമ്മൾക്ക് എപ്പോഴും ഒരു ബിസിനസ്സിൽ ഏറ്റവും മെന്ററെ വേണം. നമുക്കൊരു മെന്റർ ആയിട്ടൊരു വ്യക്തിയെ, കാരണം അതൊരു ടെക്നിക്കൽ, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം അവിടെ ആ ടെക്നിക്കലിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ വലിയൊരു പരീക്ഷണം തന്നെയാണ്. ഇത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് അടിച്ചു കയറി വരുന്ന ആളുകളല്ല. കാരണം അത് 3 മാസം മെയിൻറ്റെയിൻ ചെയ്ത്, അതുകൊണ്ടാണ് അത് പറയുന്നത് സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുന്ന ആ ബിസിനസ് 3 മാസം മെയിൻറ്റെയിൻ ചെയ്ത്. കാരണം അത് 3 മാസം അടിച്ച് അതുപോലുള്ള ബിസിനസ് വരില്ലല്ല. അവിടെ നിന്ന് ആ ബിസിനസ്സിനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ, കാരണം ആ ഒരു ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പോ ആ ബിസിനസ്സിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആ വോളിയത്തിനെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് അതിലേക്ക് കടന്ന് ആ പരീക്ഷണം അദ്ദേഹം അതിലേക്ക് കടന്നു വന്നിട്ടുള്ള ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മെന്റർ ഇത് വരുന്നത്, ടെക്നിക്കലിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ടെക്നിക്കൽ അച്ചീവറിന്റെ മേലെ, ടെക്നിക്കൽ അച്ചീവർ തൊട്ടിട്ടുള്ള ആളുകളായിരിക്കണം മെന്ററായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ആരെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, അവിടെ മെന്ററായിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈനിൽ തന്നെ നോക്കുമ്പോൾ ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ നമ്മൾക്ക് ട്രെയിനിങ് തരുന്നത്, നമ്മൾ അപ്ലൈൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ. ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് യാതൊരു രീതിയിലുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ എന്തറിവായിരിക്കും എൻ്റെ ടീമിലേക്ക് കൊടുക്കേണ്ടവ. ഒരു പക്ഷെ ശരിയാവാം, തെറ്റാവാം. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എൻ്റെ ടീം പഠിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും എൻ്റെ ടീമും പോകുന്നത്. ഒരു പക്ഷെ കുറച്ച് നാളൊക്കെ അങ്ങനെ പോയേക്കാം. പക്ഷെ
എവിടെയെങ്കിലും വെച്ച് തെറ്റായിട്ട്. ഇനി അവിടെ നിന്നും നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ നമ്മൾ ഒരു ട്രെയിനിങ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു ട്രെയിനിങ്ങിലേക്ക് പല കാര്യങ്ങളും പോയിട്ടുണ്ടാവും. നമ്മളെ ഇതിൽ പോകുന്നുണ്ട്, ഇപ്പൊ 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്, സജീവ് സാറിന്റെ ട്രെയിനിങ്ങുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ പൊൻപുലരി ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ അറിവ് വെച്ചിട്ട് ഒരു ഐഡിയ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സജീവ് സാറ് പറയുന്ന ശരിയായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മൾ പറഞ്ഞു കൊടുത്ത തെറ്റിനെ ടീം അംഗങ്ങൾ എന്ത് വരും, തെറ്റിനെ ശരിയായിട്ട് കാണിക്കും. അപ്പൊ അത് കൺഫ്യൂഷൻസ് വരും. അപ്പോ ആ കൺഫ്യൂഷൻസ് വരുമ്പോ എന്ത് വേണം, നമ്മളെ വാല്യൂസ് അവിടെ എന്തായി വരും, നമ്മൾ പറയുന്ന നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ അല്ല എന്നുള്ള രീതിക്ക് എന്ത് വരും, നമ്മൾക്ക് ടീം അംഗങ്ങളിലേക്ക് ഒരു സംശയം വരും. അപ്പോ ആ സംശയം അപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത്, ആ സംശയത്തിന്റെ സമയത്താണ് നമ്മൾക്ക് മെന്റർ ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നത്. കാരണം എന്റെ അപ്ലൈൻ ഈ രീതിയിൽ പറഞ്ഞു തന്നു, പക്ഷേ സജീവ് സാർ പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൽ അത് വേറെ രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? അപ്പൊ ഒരു കൺഫ്യൂഷനായി. ആ സമയത്താണ് ശരിക്കും സത്യത്തിൽ മെന്ററെ ആവശ്യങ്ങൾ കാര്യങ്ങൾ വരുന്നത്. മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാ ദിവസവും വിളിച്ചു കഴിഞ്ഞിട്ട് മെന്ററോട് എന്ത് ചെയ്യണം എന്നുള്ളതല്ല. നമ്മളെ ബിസിനസ്സിലേക്ക് ഒരു സ്റ്റെക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ മെന്ററുടെ ഉപദേശങ്ങൾ തേടാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കാരണം നമ്മൾക്ക് മെന്ററെ നമ്മൾക്ക് എത്രത്തോളം കഴിവുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാറുണ്ട്, ഒരിക്കലും എന്നെ ഒരു മെന്ററായിട്ട് കാണരുത്. കാരണം മെന്റർ ആവാനുള്ള പക്വത എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാനൊരു പ്ലാറ്റിനം അല്ലെങ്കിൽ ഒരു റോയൽറ്റിയുടെ പ്ലാറ്റിനത്തിലേ വന്നിട്ടുള്ളൂ. ഒരിക്കലും മെന്റർഷിപ്പിലേക്ക് വരാൻ, ഒരു ടെക്നിക്കൽ അച്ചീവറിന്റെ മേലെ വരാനുള്ള ഒരു ഇതിലും. അപ്പോ മെന്ററായിട്ട് ആർക്ക് വേണമെങ്കിലും ഇന്ന ആളെ സജസ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇന്ന വഴിയിൽ കാണിച്ചിട്ടുള്ള പല ആളുകൾക്കും ബിജി സാറുണ്ട്, പിന്നെ ആളുകൾക്ക് സജീവ് സാറുണ്ട്, അതുപോലെ തന്നെ അനിൽ സാറ് മെന്റർ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ ടെക്നിക്കൽ ലെവലിൽ ഇപ്പൊ ഇതിന്റെ അപ്ലൈനിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അവിടെ ഷൈൻ ബാബു സാറിനെ മെന്റർ ആക്കിയിട്ടുള്ള ആളുകളുണ്ടാവും, സുന്ദര സാറിനെ മെന്റർ ആക്കിയിട്ടുണ്ടാവും, സുധീർ സാറിനെ മെന്റർ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ ആർക്കും ആരെ വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. അത് മെന്റർ ഇന്ന ആളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യും, എനിക്ക് ബിജി സാറിനെ വേണ്ട, സജീവ് സാറിനെ മതി എന്ന് എനിക്ക് പറയേണ്ട കാര്യം. അത് ഓരോരുത്തരും അവരുടെ ബിസിനസ്സിൽ അവർക്ക് വിശ്വാസമുള്ള വ്യക്തിയെ നമ്മൾക്ക് മെന്ററായിട്ട് സ്വീകരിക്കാം. അദ്ദേഹത്തിനോട് നമ്മൾക്ക് എന്ത് വേണം, നമ്മൾ എല്ലാ ദിവസവും പോയിട്ട് ചോദിക്കലല്ല, നമ്മളെ ബിസിനസ്സിലേക്ക് ഗ്രോത്ത്. കാരണം നമ്മൾ ചെയ്യേണ്ട സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമ്മളെ ബിസിനസ്സിലേക്ക് ഗ്രോത്ത് ഇല്ലെങ്കിൽ നമ്മൾക്ക് പോയി, ഇല്ലെങ്കിൽ അഡ്വൈസ് കാര്യങ്ങൾ ചോദിക്കാം. ഇല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യാനായിട്ട് മെന്ററോട് നമ്മൾക്ക് ചോദിച്ച് കറക്റ്റ് ചെയ്യാം. അപ്ലൈൻ പറയുന്ന കാര്യങ്ങളിൽ ലിപി പറഞ്ഞ TCG പറഞ്ഞ അതേ വിഷയം തന്നെ അവിടെ എന്താണ്, നമ്മൾക്ക് ഒരു സംശയം തോന്നിയേക്കാം അപ്ലൈ പറയുമ്പോൾ, ഇപ്പൊ ഡയമണ്ട് ക്ലബ്ബ് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, മെന്ററെ എടുത്ത് ചോദിച്ചേക്കാം. അപ്പൊ മെന്ററെ എടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ്, ക്ലാരിറ്റിയോട് കൂടി അദ്ദേഹത്തിന് എക്സ്പീരിയൻസോട് കൂടിയിട്ട് നല്ല രീതിയിൽ അതിനെ വിശദീകരിച്ച് അതിനെ നമ്മൾക്ക് സക്സസ്. അപ്പൊ നമ്മൾക്ക് വരുന്നൊരു ഗുണം, ഇപ്പൊ നമ്മൾ മെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, നമ്മൾക്കൊരു ഈഗോ വരേണ്ട കാര്യമില്ല. കാരണം അയ്യോ എന്റെ അറിവുകൾ ഞാൻ ഇനി കുറവുള്ള ആളായിട്ടൊന്നും വിചാരിക്കുമോ, മെന്ററെ അടുത്തൊന്നും പോകണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ വരുന്നത് എന്താണ്, അവിടെ ആ ലീഡർക്കുള്ള വാല്യൂ അവിടെ കൂടുകയാണ്. ആ മെന്റർ കൂടി ആ വിഷയത്തിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അപ്ലൈൻ ഇത് പറഞ്ഞത്, ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഗുണങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാവുമ്പോൾ എപ്പോഴും അവിടെ അപ്ലൈനിന് ഒരു ഈഗോ തോന്നേണ്ട കാര്യമില്ല. കാരണം അവിടെ അപ്ലൈന്റെ മനസ്സിൽ മറ്റേ ഇതിൽ വന്നിരുന്ന നെഗറ്റീവിന് പകരം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും വരിക. അദ്ദേഹത്തിനോടുള്ള അഭിപ്രായങ്ങൾ, കാരണം ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ടാണോ, എന്റെ ഇത്രയും വലിയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ, എനിക്കത് മനസ്സിലാവാതെ പോയതാണ്. അപ്ലൈനും അവിടെ പറയും, ഒരു പക്ഷേ ചിലപ്പോ തെറ്റാണ് പറഞ്ഞതെങ്കിലും അപ്ലൈനും അവിടെയും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കൊരു തിരുത്തല്. കാരണം ഈ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ തിരുത്താനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. തെറ്റുകൾ പറ്റും, മനുഷ്യനാണ്, സ്വാഭാവികമാണ്, തെറ്റുകൾ പറ്റാം. നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പലതും ചെയ്തേക്കാം. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ രീതിയിൽ മെന്ററോട് ചോദിച്ചിട്ട്, അപ്പൊ മെന്റർ അതിന്റെ വിശദീകരണങ്ങൾ കാര്യങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മ പറഞ്ഞ കാര്യത്തിൽ ഞാനെന്ന വ്യക്തി, ഞാനൊരു അപ്ലൈനാണ്, ഞാൻ അഞ്ജിത മാഡത്തിന്റെ അടുത്ത് പറയാണ് ഒരു കാര്യം തെറ്റായിട്ടുള്ള, കാരണം എനിക്കതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയാണ്. അപ്പൊ എന്ത് ചെയ്തു, സജീവ് സാറെ എടുത്ത് ചോദിച്ചപ്പോൾ സജീവ് സാർ അതിന്റെ വരുംവരായികൾ കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും എന്നെ മോശക്കാരനാക്കിയിട്ട് ഒരിക്കലും സജീവ് സാർ അവിടെ പറയില്ല, പക്ഷെ എന്നെ തിരുത്തും. അവിടെ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് ഫിറോസ് സാറെ പറഞ്ഞു കൊടുക്കേണ്ടത്, അതിൽ പറഞ്ഞത്. അപ്പൊ എന്തായി, അവിടെ എന്റെ ടീം നശിക്കാതിരിക്കും,
എനിക്കെന്ന വ്യക്തിക്ക് ഇനി അടുത്ത തവണ ഈ വിഷയം വരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും എനിക്കൊരു തെറ്റ് തിരുത്തി പോവാനായിട്ടും അവിടെ കാരണമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ നമ്മളെ ബിസിനസ്സിൽ ടീം നശിക്കാതിരിക്കും. ഞാൻ എന്ന വ്യക്തിയിൽ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ലീഡറെ എനിക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മെന്ററായിട്ട് വരണം, ടെക്നിക്കലിക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ന വ്യക്തിയെ കളഞ്ഞ് ഫിൽറ്റർ ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് ഇനി ടെക്നിക്കലി പോകുന്നത്. കാരണം എനിക്ക് ടെക്നിക്കലി ആവാൻ പറ്റാത്തതാണ്, കാരണം എന്നിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് വരും. അവിടെ മെന്ററെ സെലക്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന വിഷയങ്ങൾ, നമ്മ പറയുന്ന വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ മെന്ററെ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. മെന്ററെ ആവശ്യകത പറഞ്ഞു കൊടുക്കണം. കാരണം ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം, നമ്മൾ നോർമലി ഇപ്പൊ ഇത് ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ്, പല ആളുകൾക്ക് എന്താണ് ഇത് വരുന്നുണ്ട്, നമ്മൾക്ക് ഡിസ്പ്ലേ വാള് വേണം എന്ന് പറയാറുണ്ട്. കാരണം ഇത് എന്തിനാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അപ്പോ ഒരു വ്യക്തി ഇപ്പൊ നമ്മളെ ഇതിൽ തന്നെ ഇപ്പൊ എന്റെ ടീമിലല്ല, അവിടെ നിന്ന് ഒരു വ്യക്തി ഇത് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ലീഡർ എടുത്ത് ഡിസ്പ്ലേ വാള് ചോദിച്ചു. അപ്പോ അദ്ദേഹത്തിന് ജോയിനിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന് ജോയിനിങ് കാര്യങ്ങളൊന്നും ആരോ പറഞ്ഞു, അദ്ദേഹത്തിന് ക്രോസ് ലൈനിലായിരിക്കാം, ഒരു പക്ഷേ ക്രോസ് ലൈനിൽ പോയിട്ടായിരിക്കും ചോദിച്ചത്. ഡിസ്പ്ലേ വാളിന്റെ ഇത് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഡിസ്പ്ലേ വാളില്ലേ, കാര്യങ്ങളില്ലേ, അത് ഇത് ഇതാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ ചിലപ്പോ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം, അച്ചീവർ ആവാന്നൊക്കെയുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇത് വന്നു കഴിഞ്ഞിട്ട് അപ്ലൈൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അപ്ലൈൻ എന്താണ്, അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് അത് വരാനുള്ള കാര്യങ്ങളോ അതിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോ ഡിസ്പ്ലേ വാളിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങൾ പറയണം. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ്ങിൽ വന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ, നമ്മൾ നോർമലി സാധാരണ ഹോം ഷോപ്പിനെയും ഡിസ്പ്ലേ വാളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞ് നമ്മൾ നോർമലി ഒരു ക്ലാസ്സുകളിൽ പറഞ്ഞു പോകാറുണ്ട്. നമുക്ക് ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ബെനിഫിറ്റുകൾ. കാരണം അവിടെ പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മളെ ഹോം ഷോപ്പിനെയാണ് ഡിസ്പ്ലേ വാളായിട്ട് അവിടെ പറയുന്നത്. അപ്പോ ഇത് കേൾക്കുന്ന വ്യക്തി അവിടെ നിന്ന് പറയുന്നത് നമുക്ക് ഹോം ഷോപ്പ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ ഇരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഇരിക്കുന്നത് ഈ ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന ഐഡിയ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കിട്ടേണ്ട ആയിരങ്ങളും പതിനായിരക്കണക്കിനും ഡെവലപ്മെന്റും കാര്യങ്ങളും ഇതിലൂടെയുള്ള. കാരണം അവിടെ പറഞ്ഞു പോകുന്നത് സത്യത്തില് ഹോം ഷോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഡിസ്പ്ലേ വാൾ എന്നുള്ള വാക്കുകൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പക്ഷെ ഈ വ്യക്തി കേൾക്കുന്നത് എന്താണ്, ഇദ്ദേഹത്തിന് മൈൻഡിൽ കിടക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഡിസ്പ്ലേ വാൾ ഐഡിയയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഈ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ആ വ്യക്തി ആ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന്, രാജൻ സാറിന്റെ ഒരു ട്രെയിനിങ് ആണ്, രാജൻ സാറിന്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നേരെ അപ്ലൈനെ വിളിച്ചിട്ട് ചീത്ത പറയണം, ഞാൻ ഈ ബിസിനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞ് വിട്ടുപോവുകയാണ് ഉണ്ടായത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്, ഈ വ്യക്തി പക്ഷെ അവിടെ ഒരു മെന്ററെ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെന്ററെ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആര് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ആ മെന്റർ എന്താണ് ഡിസ്പ്ലേ വാളെന്നും എന്താണ് ഹോം ഷോപ്പ് എന്നും നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു കൊടുക്കാൻ എന്ത് വന്നേനെ, ഒരു പക്ഷേ ആ മെന്റർക്ക് കഴിഞ്ഞേനെ. അവിടെ മെന്ററെ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് എന്ത് വന്നു, അവിടെ നിന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ബിസിനസ്, അതായത് 10,000 25,000 ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് അത് വിട്ടുപോകാനുള്ള ഒരു കാരണം എന്താണ്, ഇവിടെ നിന്ന് ഒരു മെന്ററുടെ കുറവ് അവിടെ അത് ഫീൽ ചെയ്തു. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് ഇത് വരുന്നില്ല. അപ്പോ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടുപോകാനും അതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കലും. അപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരുമ്പോ എന്താണ്, മെന്ററോട് നമ്മൾക്ക് ചോദിക്കാം, നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഈ ബിസിനസ്സിൽ ഡൗട്ട്, ഇനി മെന്ററോടും ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, ഇന്നലെ ഞാൻ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ പോലും എന്റെ മെന്ററോട് ചോദിച്ച്, ഞാൻ സജീവ് സാറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ച്, ഞാൻ ഈ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഇതിൽ എന്തെങ്കിലും പോയിന്റ്സുകൾ സാറിന്റെ വക ആഡ് ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ സാറ് കുറച്ച് പോയിന്റ്സുകൾ കാര്യങ്ങൾ ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്താണ് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി, അവിടെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഞാൻ പൊൻപുലരിയിൽ നേരെ കയറി കയറ്റതല്ല. അപ്പൊ അറിയാവുന്ന വിഷയത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി എന്ത് കിട്ടുന്നു, നല്ല രീതിയിൽ എനിക്ക് അതിന്റെ പ്രസന്റേഷൻ ചെയ്യാനായിട്ടും നല്ല രീതിയിൽ കുറച്ചും കൂടിയും ആപ്റ്റ് ചെയ്ത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടി പോയിന്റുകൾ, അപ്പൊ സജീവ് സാർ കുറച്ചുകൂടി പോയിന്റുകൾ പറയുമ്പോൾ എന്താണ്, ആ കാര്യങ്ങള് നമ്മൾക്ക് ഇത് ചെയ്യാം. ഇനി മെന്റർ എന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ പോലും ഇത് പറയുന്നത് എന്താണ്, നമുക്ക് മെന്റർ എന്ന് പറഞ്ഞ വ്യക്തി ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് ഫസ്റ്റ് കാര്യങ്ങൾ പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങളിൽ പോലും നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, കാരണം മെന്റർ പറയുന്ന കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ നമ്മൾക്ക്
ഡൗട്ട് തോന്നിയേക്കാം. അപ്പോൾ മെന്റർക്ക് ഒരു മെന്റർ ഉണ്ട്, ക്ലിയർ ആയ? അവിടെ വെച്ചിട്ട് മെന്റർ ആണെന്ന് വിചാരിച്ച് ലാസ്റ്റ് വാക്കെന്നല്ല പറയുന്നത്. അതിലും ഒരു പക്ഷേ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, അവിടെയാണ് DCG പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ, അവിടെ നിന്ന് അതിന്റെ മെന്റർ പറയുന്നത് ലാസ്റ്റ് വാക്കെന്നല്ല പറയുന്നത്. അവിടെ ഒരു പക്ഷേ ഇത് പറയുന്ന വിഷയത്തിന് അവിടെ നിന്ന് ആ മെന്ററിനോട് ചോദിച്ച്, നമ്മൾക്ക് അതിന്റെ മേലെയുള്ള വ്യക്തിയോട് ചോദിച്ച് നമുക്കത് ക്ലാരിറ്റി വരുത്താം. അവിടെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വരും. ഈ പറയുന്ന ഇതിൽ നമ്മൾക്ക് അവിടെ അദ്ദേഹത്തിനും, മനുഷ്യനാണ്, എല്ലാവർക്കും തെറ്റുപറ്റാം. ഇപ്പൊ സജീവ് സാർ എന്നോട് പറയാറുണ്ട്, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള ഗിരീഷ് സാറിനോടോ അതായിട്ട് സാറ് മെന്ററായിട്ട് കണ്ടിട്ടുള്ള രാജൻ സാറിനോടോ കാര്യങ്ങൾ, സജീവ് സാർ പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്കത് പറഞ്ഞപ്പോ എനിക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോ അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ കാര്യങ്ങൾ വരെ എന്ത് പറയും അവിടെ അതിനെപ്പറ്റി. ഇനി സജീവ് സാർ പറയാറുണ്ട്, സജീവ് സാറിന് എന്തെങ്കിലും തിരുത്തലുകൾ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ, ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടുകയറ്റി പോയി ചോദിക്കേണ്ട എന്ന് പറയാറില്ല. ബിൻ സാറിനോട് ചോദിച്ചു. അപ്പൊ എന്നിൽ എന്തെങ്കിലും തിരുത്തുകൾ വരാനുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോ നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും കൂടുതൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്, കാരണം ഇവിടെ നിന്ന് തിരിച്ചു പോക്ക്, ഒരു തെറ്റി ഇപ്പൊ നമ്മൾ പോയി ഒരു വഴി തെറ്റിങ്ങേറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് ഒരുപാട് സമയങ്ങൾ എടുക്കും. ആ സമയങ്ങളില്ലാത്ത രീതിയിൽ ആ ബിസിനസ്സിനെ കൊണ്ടുപോകാനായിട്ട് എന്ത് പറ്റും, അവിടെ നിന്ന് ആ മെന്ററുടെ ഹെൽപ്പോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു അപ്ലൈന്റെ ഹെൽപ്പോട്, അപ്ലൈന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ എടുക്കുക. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾക്ക് ഈ ബിസിനസ്സിൽ ക്ലാരിറ്റിയോട് കൂടിയായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക. നമ്മൾ ചിന്തിക്കണം, നമ്മൾ നല്ലൊരു അപ്ലൈൻ ആണോ, നമ്മൾ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ്. കാരണം അപ്ലൈനെ സെലക്ട് ചെയ്തു കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു അപ്ലൈൻ ആവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന കാര്യങ്ങളാണ് അപ്ലൈനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ക്ലാരിറ്റി, ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ്, കെയറിങ്, അപ്ലൈൻ, അതിനെ നമ്മൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മളും ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ആണോ, എന്ത് വേണം നമ്മൾക്ക്, നമ്മളും ഒരു ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ ആയിരിക്കണം. ആ അപ്ലൈൻ ആയിരിക്കണം ഇതിന് വളർച്ച വരുന്നത്. അതുപോലെ തന്നെ നമ്മളിലും വളർച്ച ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും നമ്മൾക്ക് ഇതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും, നമ്മളും മെന്റർഷിപ്പ്, കാരണം മെന്റർഷിപ്പിലേക്ക് വരേണ്ട ആളുകളാണ്. അപ്പൊ നല്ലൊരു അപ്ലൈൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു മെന്റർ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് മറ്റുള്ള ആളുകൾ ഇന്ന പോലെ ആവണം, എൻ്റെ അപ്ലൈൻ ഇന്ന പോലെ ആവണം, എൻ്റെ മെന്റർ ഇതുപോലെ ആയിരിക്കണം, സജീവ് സാറിനെ പോലെ ആയിരിക്കണം, ബിജു സാറിനെ പോലെ ആയിരിക്കണം എനിക്കെന്ന് പറയുമ്പോ, എനിക്ക് പോലെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഞാനും ആ രീതിയിൽ ഒരു അപ്ലൈൻ ആണോ, ഞാൻ എപ്പോഴും നോക്കട്ടെ, ഞാൻ എപ്പോഴും ആ രീതിയിലുള്ള ഒരു അപ്ലൈൻ ആണോ എൻ്റെ ടീമിലേക്ക് കെയറിങ് കൊടുക്കാൻ. അപ്പൊ കെയറിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നോളേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നിലേക്ക് നോളേജ് വരണം, ആ നോളേജ് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാം നാളത്തത് 10-11 എണ്ണം പോലും കിട്ടുന്നില്ല. 11-11 കണ്ട് റെസിഡൻഷ്യൽ, അതിപ്പോ ജയശ്രീ മാഡത്തിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എത്രയാണെന്ന്. കാരണം ഞാനും ജയശ്രീ മാഡമൊക്കെ ഏകദേശം ഒരേ ലെവലിൽ തന്നെയാണ്. ജയശ്രീ മാഡത്തിന് അറിയാൻ പറ്റും എത്രാമത്തെ റെസിഡൻഷ്യൽ ആണെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരേ പോലെ തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് എല്ലാ ട്രെയിനിങ്ങും റെസിഡൻഷ്യലിൽ പോകാറുണ്ട്. കാരണം എനിക്ക് നല്ലൊരു അപ്ലൈൻ ആയി വരണമെന്നുണ്ടെങ്കിൽ ഓരോ തിരുത്തലുകൾ കാര്യങ്ങൾ, എനിക്ക് നല്ലൊരു അപ്ലൈൻ ആയി മാത്രമേ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു വരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾക്ക് ഇതിലേക്ക് വരുന്നത്. അപ്പൊ എന്നിലുള്ള ഇതുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വളർച്ച ഉണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കെയറിങ്ങും എന്താണ് പറഞ്ഞത്, ഗ്രോയിങ്ങും, എന്നിലും ഗ്രോയിങ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ വാക്കുകൾ എൻ്റെ ടീം അംഗങ്ങൾക്ക് അത് പ്രചോദനമായിട്ടോ അല്ലെങ്കിൽ അത് ഉപകാരപ്പെടുന്ന രീതിയിലോ മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ നല്ലൊരു അപ്ലൈൻ ആവാനും നല്ലൊരു മെന്റർഷിപ്പിലേക്ക് വരാനും എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളെ കാര്യങ്ങൾ എല്ലാവരും ചോദിച്ച് കാര്യങ്ങൾ ഇത് ഇല്ലാത്ത രീതിയിൽ, തെറ്റില്ലാത്ത രീതിയിൽ ഗ്രോത്തോടു കൂടി നമ്മളെ ബിസിനസ് എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവർക്കും സാധിക്കട്ടെ. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്ററുമായിട്ട് ഇന്ന് തന്നെ സംസാരിക്കുക. ഈ പറഞ്ഞ വിഷയത്തിൽ ഉള്ള ക്ലാരിറ്റി, ഇതിന്റെ വിശദീകരണം, കാരണം ഈ ഒരു കുറച്ച് സമയത്തിന് വേണ്ടി മാത്രമാണ് അവിടെ നിന്ന്. 9ാമത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം, 9ാമത്തെ റെസിഡൻഷ്യൽ തന്നെ ആയിരിക്കും. അപ്പൊ ജയശ്രീ മാഡം ഞാനും ഇതിൽ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ 9ാമത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് എല്ലാവർക്കും. അപ്പൊ ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, ട്രെയിനിങ്ങുകൾ വരുന്നുണ്ട്. പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോവാതെ അതുപോലെ തന്നെ ടീമങ്ങളെ കൂട്ടിയിട്ട് പോകാനായിട്ട് നോക്കുക, ഇതാക്കുക, മാക്സിമം ആളുകളെ കൂട്ടി പോകാൻ നോക്കുക. 27ാം തീയതി പ്രോഗ്രാം വരുന്നുണ്ട്. ഇന്ന് റെസിഡൻഷ്യൽ 9 മണിക്കുള്ളിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാമിനുള്ള പേരുകൾ ക്ലോസ് ചെയ്യും.
മാക്സിമം നമ്മളിലേക്കുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ഗിരി സാറ് പറയുന്നതാണ്. ഗിരി സാർ എന്നോട് പേഴ്സണലി ഒരു ദിവസം പറഞ്ഞതാണ്, നമ്മളെ ബിസിനസ്സിലേക്ക് ഗ്രോത്ത് ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മളെ നോളേജ് ഇനിയും കൂട്ടേണ്ടതുണ്ട്. നോളേജ് കൂട്ടിയാലേ നമ്മളെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നോളേജ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യണം. പ്രോഗ്രാമിലൂടെ നമ്മൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. മോട്ടിവേഷനിലുള്ള മാത്രം പോരാ, നമ്മളിനുള്ള നോളേജ് ഉണ്ടായാൽ മാത്രമേ നമ്മളെ ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. അവിടെ നിന്ന് പൈസയുടെ നഷ്ടം നോക്കണ്ട. കാരണം 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് ആവേണ്ട അച്ചീവ്മെന്റ് നമ്മൾക്ക് 6 മാസം കൊണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നാളുകൾ മുഴുവൻ, ബാക്കിയുള്ള 1.5 കൊല്ലം നമുക്ക് ആ പൈസയോട് കൂടി തന്നെയാണ് നമ്മളെ വരുമാനത്തിലാണ് വർധന വരുന്നത്. ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ആർസിഎമ്മിന് വേണ്ടിയിട്ട് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ, നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നോ, നമ്മളിലുള്ള ഇതിലുള്ള വളർച്ച നമ്മൾക്കും നമ്മളെ കുടുംബത്തിനും കിട്ടാനായിട്ട് കാരണമാവും. ആർസിഎമ്മിലൂടെ എല്ലാവർക്കും നല്ലൊരു വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്നും എല്ലാവരും കാര്യങ്ങളും ക്ലാരിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ആർസിഎമ്മിലൂടെ നല്ലൊരു വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന എന്നെ പഠിപ്പിച്ചു ഇതാക്കി പറയാനായിട്ടും ഇങ്ങനെ ഒരു പ്രാപ്തരാക്കിയ എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. GRCM, ഗുഡ് ആർസിഎം. താങ്ക് യു.